സെക്രട്ടേറിയറ്റിലെ ആശാ വർക്കേഴ്സിന്റെ സമരം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുമെന്നാണ് സൂചന. ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിലപാടിനെതിരായ പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ബാലകൃഷ്ണൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഗുഡ് മോർണിംഗ് എക്സ്കെൻ. എന്തായാലും ഇന്ന് നിയമസഭയിൽ ആശാ വർക്കേഴ്സിന്റെ സമരം വലിയ ശക്തമായ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോവുകയാണ്. അടിയന്തര പ്രമേയമായി തന്നെ വിഷയം കൊണ്ടുവരും. ആ അടിയന്തര പ്രമേയത്തിൽ കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ശ്രദ്ധ ക്ഷണിക്കലിലും ആശാ വർക്കേഴ്സിന്റെ സമരവും അവരുടെ വേതന വിഷയവും ചർച്ചയായിരുന്നു. അത് ഭരണപക്ഷ എം എൽ എ ആണ് ശ്രദ്ധ ക്ഷണിക്കലിൽ വിഷയം കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ പ്രതിപക്ഷം ഇതിൽ ശക്തമായി ഇന്നലെ തന്നെ നിലപാടെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷവും CIT നേതാക്കളുടെ അടക്കമുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ ഉണ്ടായി. ഈ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ ഉന്നയിക്കും. പ്രധാനമായി CIT നേതാക്കൾ അടക്കമുള്ളവരുടെ അപകീർത്തികരമായ പ്രസംഗങ്ങളും പ്രതികരണങ്ങളും ഈ സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. അതോടൊപ്പം ആശാ വർക്കേഴ്സിന്റെ ശമ്പള വർധന എന്നുള്ള ആവശ്യം, ആ ആവശ്യത്തിൽ സമരത്തെ നേരിടുന്ന രീതി ഇപ്പോൾ 23-ാം ദിവസത്തിലേക്ക് സമരം കടന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മഴയത്തിരുത്തി ആശാ വർക്കേഴ്സിനെതിരെ രാപ്പകൽ സമരത്തിൽ പോലീസ് നടത്തിയ ക്രൂരത. അതുകൊണ്ട് തന്നെ പോലീസ് നടപടി അടക്കമുള്ളവ ഇന്ന് പ്രതിപക്ഷ സഭയിൽ ഉന്നയിക്കും. അതേസമയം ഇന്ന് BJPയും ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഏറ്റെടുക്കുകയാണ്. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുണ്ട്. 11 മണിക്ക് മാർച്ച് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും സഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് അനുമതി നൽകാൻ സാധ്യത കുറവാണ്. കാരണം നേരത്തെ തന്നെ സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഇതൊരു തൊഴിൽ മേഖലയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഒരു മിനിമം വേതനം അനുവദിക്കാൻ കഴിയൂ. നിലവിലൊരു വേതന അത്തരത്തിൽ ഇതൊരു ഓണറേറിയം മാത്രമാണ് ഉള്ളത്, ശമ്പളമായി അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരാണ് ഇതിൽ നടപടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ന്യായീകരണം. എന്തായാലും അത് ഇത്തവണയും ആവർത്തിക്കാനാണ് സാധ്യത. അപ്പോഴും CIT നേതാക്കൾ അടക്കമുള്ളവരുടെ അപകീർത്തികരമായ പ്രസംഗത്തിലും പ്രതികരണത്തിലും എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതും നിർണായകമാണ്. അതേസമയം മറ്റു വിഷയങ്ങൾ, പ്രധാനമായി നിയമസഭയിൽ വരുന്ന മറ്റൊരു വിഷയം ഈ കടൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ്. കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കാനാണ് സാധ്യത. ഐക്യകണ്ഠേന കേന്ദ്രത്തിനെതിരെ കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ കേന്ദ്രം ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കും. എന്തായാലും അതും നിയമസഭയിൽ ശ്രദ്ധേയമാകും. ഇതോടൊപ്പം വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ എന്നിവ ചോദ്യോത്തര വേളയിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.